അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അവന്റെ എല്ലാവിധ സലാമത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, SYSന്റെയും SKSSFന്റെയും മഹാന്മാരായ നേതാക്കളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, സമസ്തയുടെ ഖാദിമീങ്ങളെ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെന്ന വളരെ പ്രസക്തമായ വിഷയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ആമുഖങ്ങളില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ അഥവാ മുസ്ലിമീങ്ങൾ നമ്മുടെ ആചാരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വ്യക്തമായ മാർഗരേഖയുണ്ട്, വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആചാരങ്ങൾ അനാചാരമായും സദാചാരമായും വേർതിരിയുന്നത് ഈ വ്യക്തമായ അതിർവരമ്പുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നിർണയിക്കപ്പെട്ട പരിധി, അതല്ലെങ്കിൽ അതിന്റെ അതിർവരമ്പ് എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. എല്ലാവർക്കും അറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് കൊണ്ടുവന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് അംഗീകരിച്ചോ, എന്തിന് സമ്മതം നൽകിയോ, അതൊക്കെ സദാചാരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ അനുവദിക്കാത്തതുണ്ടോ അത് മുഴുവനും അനാചാരവുമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനെല്ലാം അംഗീകരിച്ചു, അത് സദാചാരമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനൊക്കെ അനുമതി നൽകിയിട്ടില്ല, ഇതിന് അനാചാരമായും വേർതിരിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് മഹാന്മാരാകുന്ന സഹാബിമാർ കടന്നു വരുന്നത്. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം കണ്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അനുഭവിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിക്കാനും അവിടെ നിന്ന് നേരിട്ട് കൊണ്ട് ദീൻ മനസ്സിലാക്കുവാനും നമുക്ക് അവസരമുണ്ടായിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അനുഭവിക്കുകയും അവിടെ നിന്ന് നേരിട്ട് ദീൻ മനസ്സിലാക്കുകയും ചെയ്തവരാണല്ലോ മഹാന്മാരാകുന്ന സഹാബിമാർ. ആ സഹാബിമാരിലൂടെയാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുന്നത്. ആ സഹാബിമാരിലൂടെയാണ് ഏതൊക്കെ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചു, ഏതൊക്കെ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിർഖത്തുൻ നാജിയയെ കുറിച്ച് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, വമാ മാ അന അലൈഹി വഅസ്ഹാബി. ഇവിടെയാണ് സഹാബത്തിന്റെ പ്രസക്തി. മറ്റൊരു ഹദീസിൽ കാണാം, അസ്ഹാബി അമനത്തുൽ ലി ഉമ്മത്തി. എന്റെ അസ്ഹാബ്, എന്റെ സഹാബിമാർ എന്റെ ഉമ്മത്തിന് നായകത്വം നൽകുന്നവരാണ്, എന്റെ ഉമ്മത്തിന് അമ്ന് നൽകുന്നവരാണ്, നിർഭയത്വം നൽകുന്നവരാണ്, അവർക്ക് സത്യദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാ. കൂട്ടത്തിലൊരു കാര്യം കൂടി നാം മനസ്സിലാക്കുക, ഈ സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കി അവിടെ നിന്ന് നേരിട്ട് ദീൻ ഉൾക്കൊണ്ടിട്ടുള്ള ഈ സഹാബിമാരെ കാണുകയും ഉൾക്കൊള്ളുകയും നേരിട്ട് അനുഭവിക്കുകയും ചെയ്തവരാണല്ലോ മഹാന്മാരാകുന്ന താബിഈങ്ങൾ. പരിശുദ്ധ ദീനിൽ താബിഈങ്ങളുടെ സ്ഥാനം ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖൈറു ഉമ്മത്തി അൽ ഖർനുൽ ലദീന യലൂനി സുമ്മൽ ലദീന യലൂനഹും സുമ്മൽ ലദീന യലൂനഹും. മഹാന്മാരാകുന്ന സഹാബിമാരെ നേരിട്ട് അനുഭവിക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്തവരാണ് യഥാർത്ഥത്തിൽ താബിഈങ്ങൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കപ്പെടുന്നത് സഹാബിമാരിലൂടെ. ആ സഹാബിമാരെ നാം മനസ്സിലാക്കുന്നത്, ആ സഹാബിമാരെ നാം പരിചയപ്പെടുന്നത് മഹാന്മാരാകുന്ന താബിഈങ്ങളിലൂടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കുക, ഈ സഹാബിമാരുടെ അതല്ലെങ്കിൽ ഈ താബിഈങ്ങളുടെ ഉത്തമ മാതൃകയെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ സബീലുൽ മുഅ്മിൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ മഹത്തായ ആശയത്തെ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെ സമഗ്രമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം അവിടുത്തെ
തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയുന്നു, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ മുഹ്ദസാത്തു മിനൽ ഉമൂരി ളർബാൻ, പിന്നീട് ഉണ്ടായി വരുന്ന കാര്യങ്ങൾ, പുതുതായി വരുന്ന കാര്യങ്ങൾ രണ്ട് തരത്തിലാണ്. അഹദുഹുമാ മാ ഉഹ്ദിസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് കിതാബിനോടെതിരായിരിക്കും ഒരു പക്ഷേ, അതല്ലെങ്കിൽ ഹദീസുകളോടെതിരായിരിക്കും, അതല്ലെങ്കിൽ ദീനിന്റെ പരിശുദ്ധമായ മറ്റ് പ്രമാണങ്ങളോടെതിരായിരിക്കും. ഇങ്ങനെ എതിരായി വരുമ്പോൾ ഫഹാദിഹി അൽ ബിദ്അത്തുൽ ളലാല, ഇത് ബിദ്അത്തുൽ ളലാലത്താണ്, ഇത് അനാചാരമാണ്, ഇത് ദീനിൽ അംഗീകാരമില്ലാത്തതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, വസ്സാനിയ മാ ഉഹ്ദിസ മിനൽ ഖൈരി ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിനൽ ഉലമാ വഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ. എന്നാൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് ഖുർആനോടെതിരല്ല, മറ്റ് പ്രമാണങ്ങളോടൊന്നും എതിരല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് സദാചാരമാകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം, അത് സദാചാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനെയാണോ പാടില്ല എന്ന് പറഞ്ഞത് അത് അനാചാരമാകുന്നു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളെ, അവിടുത്തെ ചര്യകൾ നാം മനസ്സിലാക്കുന്നത് മഹാന്മാരാകുന്ന സഹാബിമാരിലൂടെ, ഈ സഹാബിമാരെ മനസ്സിലാക്കുന്നത് മഹാന്മാരാകുന്ന താബിഈങ്ങളിലൂടെ. ഈ ആശയത്തെ സംഗ്രഹിച്ചുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്, പുതുതായൊരു കാര്യമുണ്ടാവുകയും ആ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യം ഖുർആനോടെതിരാകുന്നില്ല, അതുപോലെ തന്നെ ഹദീസിനോടെതിരാകുന്നില്ല, ദീനിന്റെ മറ്റ് പ്രമാണങ്ങളോടെതിരാകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് സദാചാരമാണ്, അത് ഖൈറായ കാര്യമാകുന്നു. എന്നാൽ ഖുർആനോടെതിരാകുമ്പോ, അതല്ലെങ്കിൽ ഹദീസിനോടെതിരാകുമ്പോ, മറ്റ് പ്രമാണങ്ങളോടെതിരാകുമ്പോ അത് ബിദ്അത്തുൽ ളലാലയാണ്, അനാചാരമാകുന്നു എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അതെ, ഇതേ ഹദീസിന്റെ ഈ ആശയത്തെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ, ദീനിൽ പെടാത്തൊരു കാര്യം പുതുതായി ഉണ്ടായാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാത്തത് എന്നല്ല, അതുപോലെ തന്നെ സഹാബിമാരുടെ കാലത്തില്ലാത്തത് എന്നല്ല. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ സമഗ്രമായി കൊണ്ട് വിശദീകരിച്ചു. ഖുർആനോടെതിരാകുന്നില്ല, അതല്ലെങ്കിൽ ഹദീസിനോടെതിരാകുന്നില്ല, ദീനിന്റെ മറ്റ് പ്രമാണങ്ങളോടൊന്നും എതിരാകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സദാചാരമാണ്, അത് ഖൈറാണ്. എന്നാൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിനോടെതിരായി കഴിഞ്ഞാൽ അത് അനാചാരമാണ്, ഫഹുവ റദ്ദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അത് തള്ളപ്പെടേണ്ടതാണ്. ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആചാരങ്ങളിൽ നിന്ന് സദാചാരങ്ങളെയും അനാചാരങ്ങളെയും വേർതിരിക്കപ്പെടുന്നത്. നമ്മുടെ അനുഷ്ഠാനങ്ങൾ, ഈ അനുഷ്ഠാനങ്ങൾ അനുവദിക്കപ്പെട്ടതേതാണ്, പാടില്ലാത്തതേതാണെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെന്ന് മനസ്സിലാക്കണം, നമ്മൾ സുന്നി സമൂഹം ചെയ്തു വരുന്ന ഒട്ടനവധി വിഷയങ്ങൾ, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ബിദ്അത്തിന്റെ ആളുകൾ അനാചാരമാണ്, ബിദ്അത്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ആക്ഷേപിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും നാം ഖൈറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, സുന്നി സമൂഹം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഈ സൂചിപ്പിച്ച മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുള്ള ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോ അതൊന്നും ഒരിക്കലും ബിദ്അത്തല്ല, അതൊക്കെ സദാചാരമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതുപോലെ തന്നെ സഹാബിമാർ അനുകരിക്കണമെന്ന് പരിശുദ്ധ ദീൻ ആരെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ചെയ്തതും അവരൊക്കെ അംഗീകരിച്ചതും അവരുടെ നടപടിക്രമങ്ങളുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതുപോലെ തന്നെ ഖബറുകളുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് ആക്ഷേപങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ നമ്മെക്കുറിച്ചുള്ളത്. നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ഈ പ്രയാസങ്ങൾ തീർക്കാനുള്ള, ഈ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള, ഈ പ്രയാസങ്ങളിലെല്ലാം തന്നെ സമാധാനത്തിനുള്ള, ആശ്വാസത്തിനുള്ള വഴിയായിക്കൊണ്ട്, അതിനുള്ള മാധ്യമമായിക്കൊണ്ട് നാം മഹാന്മാരായ ആളുകളെ കാണാറുണ്ട്, അവരുടെ മക്ബറകളെ കാണാറുണ്ട്. അവർ ഹയാത്തിലുള്ളവരോ വഫാത്തായവരോ എന്ന് വ്യത്യാസമില്ലാതെ
നമ്മുടെ വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ആശ്വാസമായിക്കൊണ്ട്, അനുഗ്രഹമായിക്കൊണ്ട്, അത്താണിയായിക്കൊണ്ട് നാം മഹാന്മാരായ ആളുകളെ സമീപിക്കുന്നു, ഹയാത്തിലുള്ളവരെ സമീപിക്കുന്നു, അവരോട് അനുഗ്രഹം തേടുന്നു, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. വഫാത്തായ മഹാന്മാരുടെ മഖ്ബറകളിലേക്ക് ചെല്ലുകയും അവരുടെ സങ്കടം പറയുകയും അവരെ കൊണ്ട് ബറക്കത്തെടുക്കുകയും അവരെ കൊണ്ട് ഇടതേടിക്കൊണ്ട് ദുആ ചെയ്യുകയും അങ്ങനെ അവർ മുഖേന നമ്മുടെ പ്രശ്നങ്ങൾക്ക് നാം പരിഹാരം കാണുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് അനാചാരമായിക്കൊണ്ട്, ബിദ്അത്തായിക്കൊണ്ട്, പാടില്ലാത്ത കാര്യമായിക്കൊണ്ട് പുത്തനാശയക്കാർ, വഹാബികൾ, മൗദൂദികൾ, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവരൊക്കെ പറയുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ വിശദീകരിച്ച മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഈ മാനദണ്ഡം വെച്ച് നോക്കുമ്പോ ഇതൊക്കെ തീർച്ചയായും സദാചാരമാണ്, ഖൈറായ കാര്യമാണ്, വിമർശിക്കപ്പെടാവുന്നതല്ല എന്ന് കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് മഹാന്മാരാകുന്ന സഹാബിമാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോ ആ ബുദ്ധിമുട്ടുകൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് ആശ്വാസം കാണുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുത്തെ മറവിയുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഹീഹായ ഹദീസുകളിൽ കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ സങ്കടം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് പരിഹാരം പറഞ്ഞു തരികയും ചെയ്തു. പക്ഷേ ഫമാ നസീതു ശൈഅൻ ബഅദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ സങ്കടം പറയുകയും അവിടെ നിന്ന് എനിക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തപ്പോ അതിനുശേഷം ഒറ്റ സംഗതിയും ഒറ്റ ഹദീസും പിന്നീട് ഞാൻ മറന്നിട്ടില്ല. നമുക്കറിയാമല്ലോ, എത്രയോ ചരിത്രങ്ങൾ, സംഭവങ്ങൾ, ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു വെട്ടേറ്റപ്പോ പരിഹാരമായിക്കൊണ്ട്, ആശ്വാസമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. കണ്ണുരോഗം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. വെള്ളമില്ലാതെ, മഴ ലഭിക്കാതെ പ്രയാസം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് മഹാന്മാരാകുന്ന സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു, പരിഹാരം തേടി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് മാത്രമല്ല, മഹാനായ പ്രവാചകരുടെ വഫാത്തിന് ശേഷവും മഹാന്മാരാകുന്ന സഹാബിമാർക്ക്, അതുപോലെ തന്നെ താബിഈങ്ങൾക്ക്, അനുകരിക്കപ്പെടേണ്ടുന്ന മഹാന്മാരാകുന്ന ഇമാംമാർക്ക് പ്രയാസങ്ങൾ വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വാസ കേന്ദ്രമായിക്കൊണ്ട്, അവരുടെ പ്രയാസങ്ങൾ കത്താണിയായിക്കൊണ്ട്, പരിഹാരമായിക്കൊണ്ട് സമീപിക്കുകയും അവരുടെ പ്രയാസങ്ങൾ തീർക്കുകയും ചെയ്ത സംഭവം ഹദീസിലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു അവരുടെ പ്രസിദ്ധ ഗ്രന്ഥമാണല്ലോ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥം. ഈ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട സഹാബിയാകുന്ന ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു കുറിച്ച് സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഷാമിലാണ് താമസിക്കുന്നത്. ഷാമിൽ താമസിക്കുന്ന മഹാനായ സഹാബി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നു. ഷാമിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോ 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹാബി മദീനയിലെത്തുന്നത്. അങ്ങനെ മദീനയിൽ നിന്ന് ഷാമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഷാമിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോ ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു 7 ദിവസം എടുത്തുകൊണ്ട് ഷാമിൽ നിന്ന് മദീനയിലേക്ക് എത്തിയെങ്കിൽ മദീനയിൽ നിന്ന് ഷാമിലേക്ക് തിരിച്ചു പോകുന്നത് വെറും 2.5 ദിവസം മാത്രം യാത്ര ചെയ്തുകൊണ്ടാണ്. എന്താ കാര്യം? ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നു, വവസലൽ മദീന ഫീ 7 അയ്യാം, മദീനയിലേക്ക് 7 ദിവസം എടുത്തുകൊണ്ടാണ്. എന്നാൽ വറജഅ മിൻഹാ ഇല ശാം, മദീനയിൽ നിന്ന് ഷാമിലേക്ക് തിരിച്ചുപോയി ഫീ യൗമൈനി വനിസ്ഫിൻ, 2.5 ദിവസം എടുത്തുകൊണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, ബിദുആഇഹി ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നു. വതശഫഉഹി ബിഹി ഫീ തഖരീബി തരീഖിഹി, എത്രയും പെട്ടെന്ന് ഷാമിലേക്ക് എത്തണം, മദീനയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഷാമിലേക്ക് എത്തണം. അതിനുവേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് വെച്ചുകൊണ്ട് മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഖബറിൽ കിടക്കുന്ന ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് തേടുന്നു. ആ ശഫാഅത്ത് തേടിയതിന്റെ കാരണമായി കൊണ്ട് 2.5 ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഷാമിലേക്ക് എത്തുകയാണ്.
ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ഹിജ്റ 130 വഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഈ മഹാനത്തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിഹാഹു സിത്തയിൽ മുഴുവനും ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹുവിനെ കുറിച്ച് ആ പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകൾ കാണാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ആക്ഷേപിക്കപ്പെട്ടവരല്ല. അവർ ബിദ്അത്ത് ചെയ്തവരാണ്, ശിർക്ക് ചെയ്തവരാണ്, ദീൻ മനസ്സിലാക്കാത്തവരാണെന്ന് ചരിത്രത്തിൽ ആരും മഹാനവറുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു അവരെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാമുമാർ ചരിത്ര കിതാബുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇമാം ദഹബി പോലും അവരുടെ താരീഖുൽ ഇസ്ലാം എന്ന കിതാബിൽ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. കാന മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ യജ്ലിസു മഅ അസ്ഹാബിഹി, ബഹുമാനപ്പെട്ടവർ അവരുടെ ശിഷ്യന്മാരോട് കൂടെ ഇരിക്കും. വകാന യുസീബുഹു സീമാത്ത്, എന്തെങ്കിലും പ്രയാസങ്ങൾ വരും. പ്രയാസങ്ങൾ വരുമ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരുടെ ആ മജ്ലിസിൽ നിന്ന് ആ കൂട്ടത്തിൽ എണീറ്റ് പോകും. എണീറ്റ് പോയിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് ചെല്ലും. അടുത്ത് ചെന്നുകൊണ്ട് അവിടുത്തെ കവിൾത്തടം ഖബർ ഷരീഫിന്റെ മുകളിൽ വെക്കും. ഇങ്ങനെ ചെയ്യുക ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹുവിന്റെ പതിവ്. ഇങ്ങനെ ചെയ്യുമ്പോ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹുവിനെ കുറിച്ച് ചില ആളുകൾ ആക്ഷേപം പറഞ്ഞു. ആക്ഷേപം പറഞ്ഞപ്പോ അതിന് വിശദീകരണമായിക്കൊണ്ട് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു പറയുന്നു, ഇന്നഹു തുസീബുനി ഖത്വ, എനിക്ക് പലപ്പോഴും ചില ടെൻഷനുകൾ, ചില പ്രയാസങ്ങൾ വരുന്നു. അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു പറഞ്ഞ സംഭവം ഇമാം ദഹബി ഉദ്ധരിക്കുന്നു. ഇസ്തഗസ്തു ബിഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോ ആ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമായിക്കൊണ്ട്, ഈ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസമായിക്കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനെ കൊണ്ട് ഞാൻ സഹായം തേടുന്നു. ഇസ്തഗസ്തു, ഞാൻ സഹായം തേടുന്നു ബിഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനെ കൊണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം നമ്മൾക്കിടയിൽ സാധാരണ നടപ്പുള്ള കാര്യമാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മഹാന്മാരെ സമീപിക്കുക എന്നുള്ളത്. നമുക്കറിയാമല്ലോ, നമ്മൾ സുന്നികൾ വഫാത്തായവരെന്നോ അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെന്നോ വ്യത്യാസമില്ലാതെ പ്രയാസമുണ്ടാകുന്ന സമയത്ത് അവരെ സമീപിക്കുകയും അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുകയും അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും അവരെ കൊണ്ട് മദദ് തേടുകയും അവരിലൂടെ നമ്മുടെ പ്രയാസങ്ങൾക്ക് നാം പരിഹാരം കാണുകയും ചെയ്യുന്നു. ഇതിന് അനാചാരമായിക്കൊണ്ട് ബിദ്അത്തായിക്കൊണ്ട് ഇവിടെയുള്ള പുത്തൻവാദികൾ പറയുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രമാണങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോ ഒരിക്കലും ഇത് പുത്തൻ ചിന്താഗതിയല്ല. നമ്മുടെ ഈ ആചാരം അത് സദാചാരമാണ്. മഹാന്മാരാകുന്ന സഹാബിമാർ ഇപ്രകാരം ചെയ്തിട്ടുണ്ട്. അനുകരിക്കപ്പെടേണ്ടുന്ന മഹാന്മാരൊക്കെ ഈ രൂപത്തിൽ ചെയ്തവരാ. പ്രിയപ്പെട്ടവരെ, ഇതേ രൂപത്തിൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യമാണല്ലോ മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപിക്കപ്പെടുന്ന മറ്റൊരു കാര്യമാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നുള്ളത്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ സുന്നികൾ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, നമ്മുടെ നാടുകളിൽ ഒരു സഹോദരൻ മരിച്ചാൽ, ഒരു മുസ്ലിം സഹോദരൻ മരിച്ചാൽ ആ മരിച്ച വീട്ടിൽ ഖുർആൻ ഓദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഖബറിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതാറുണ്ട്. കത്തപ്പുര എന്ന പേരിൽ നമ്മൾ പല നാടുകളിലും ഒരു ആചാരമുണ്ട്. ഈ ആചാരത്തെയും ഇവിടെയുള്ള വഹാബികൾ വിമർശിക്കാറുണ്ട്. ഇത് അനാചാരമാണ് എന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുക. പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ദീൻ മനസ്സിലാക്കിയിട്ടുള്ള മഹാന്മാരാകുന്ന സഹാബിമാരുടെ അംഗീകരിക്കപ്പെടേണ്ടുന്നവരുടെ ഉത്തമ മാതൃകയുള്ള സദാചാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, കാനത്തിൽ അൻസാറു, അൻസാരികളായിരുന്നു, ഇദാ മാത ലഹുമുൽ മയ്യിതു, അവർക്കാരെങ്കിലും മരണപ്പെട്ടാൽ, ഇഖ്തലഫു ഇലാ ഖബ്രിഹി യഖറഊന ലഹുൽ ഖുർആൻ, ഖബറിനടുത്ത് പോവുകയും അവർക്ക് വേണ്ടി ഖുർആൻ ഓതുകയും ചെയ്യും. ഇത് അൻസാരികളാകുന്ന സഹാബിമാരുടെ സ്വഭാവമായിരുന്നു. മാത്രമല്ല, മഹാനായ അനസ് റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹു സുദൂർ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ദഖലൽ മഖാബിറ, മഖബറയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്നു, ഫഖറഅ സൂറത യാസീൻ, അങ്ങനെ യാസീൻ സൂറത്ത് പാരായണം ചെയ്തു. എന്നാൽ ഖഫഫല്ലാഹു അൻഹും, ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണോ, ഏത് മഖബറയിലേക്ക് കടന്നു ചെന്നുകൊണ്ടാണോ യാസീൻ സൂറത്ത് ഓതിയിട്ടുള്ളത്, ആ മഖബറയിൽ മറവ് ചെയ്യപ്പെട്ടവർക്ക് അല്ലാഹു ഖിഫത്ത് നൽകും.
വകാന ലഹു ബിഅദദി മൻ ഫീഹാ ഹസനാത്ത്. ആ ഖബർസ്ഥാനിൽ, ആ മഖബറയിൽ എത്ര ആളുകൾ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവരുടെ എണ്ണം കണ്ട ഹസനത്തുകൾ ഈ ഓതിയ വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ആക്ഷേപമാണ്, നാമൊക്കെ സാധാരണ നമ്മുടെ നാടുകളിൽ സാധാരണ മരിച്ച വീടുകളിൽ 7ഉം അതുപോലെ തന്നെ 40ഉം അതുപോലെയുള്ള കർമ്മങ്ങളും നടത്താറുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള പുത്തൻവാദികൾ ആക്ഷേപിക്കാറുള്ള കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഇതിനെക്കുറിച്ചും പരിശോധിക്കുക. ബഹുമാനപ്പെട്ട താഊസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരാ താഊസ് റളിയല്ലാഹു അൻഹു? കിബാറു താബിഈൻ എന്നാണ് മഹാനായ താഊസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ബഹുമാനപ്പെട്ട താഊസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനാകുന്ന മഹാനായ താഊസ് എന്നവർ അദ്റകതു 50 മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരിൽ നിന്ന് 50 ആളുകളെ ഞാൻ കാണുകയും അവരിൽ നിന്ന് ഹദീസ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന മഹാനായ ഇമാം താഊസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്ആ. ഒരു മരണപ്പെട്ട വ്യക്തി, ഒരു മയ്യിത്ത് ഖബറിൽ 7 ദിവസം സുആൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫക്കാനു സഹാബിമാരായിരുന്നു യസ്തഹിബൂന അൻ യുത്ഇമ അൻഹും തിൽക്കൽ അയ്യാം. ഈ 7 ദിവസങ്ങളിലും ഈ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ആശ്വാസം ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സദഖകൾ, ഭക്ഷണം കൊടുക്കൽ ചെയ്യൽ, ഇത് സഹാബിമാരുടെ പതിവായിരുന്നു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ കാര്യമാണെങ്കിലും ഇതിലെല്ലാം തന്നെ മഹാന്മാരാകുന്ന സഹാബിമാരുടെ മാതൃക, മഹാന്മാരാകുന്ന താബിഈങ്ങളുടെ മാതൃക, മഹാന്മാരാകുന്ന ഇമാമിമാരുടെ അംഗീകരണം, ഇതൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. നമുക്കറിയാമല്ലോ തറാവീഹിന്റെ കാര്യം. തറാവീഹി വളരെയധികം ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തറാവീഹിനെ കുറിച്ച് പറയുന്നുണ്ട്, അജ്മഅത്തിൽ ഉമ്മത്ത് ഏകോപിച്ചിട്ടുണ്ട്, തറാവീഹ് സുന്നത്താണ്, തറാവീഹ് എന്നൊരു സുന്നത്ത് നിസ്കാരമുണ്ട് എന്ന് ഉമ്മത്തിന് ഇജ്മാ ഉണ്ട്. എന്നാൽ ആദ്യകാല ബിദ്അ പ്രസ്ഥാനമാകുന്ന റാഫിളുകൾ മാത്രമാണ് തറാവീഹിൽ നിഷേധിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കണം, മനസ്സിലാക്കണം. തറാവീഹുമായി നമ്മുടെ നാട്ടിലെ വഹാബികൾക്കും മൗദൂദികൾക്കും പരിണമിച്ചുകൊണ്ടിരിക്കുന്ന വാദങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വഹാബികളും മൗദൂദികളും പഴയകാല ബിദ്അകളാകുന്ന റവാഫിളിന്റെ വാദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുൻകാലങ്ങളിൽ തറാവീഹിന്റെ റക്അത്തുകളെയായിരുന്നു നമ്മുടെ വഹാബികളും മൗദൂദികളും ചോദ്യം ചെയ്തിരുന്നത്. എന്നാൽ റമദാനിൽ അങ്ങനെ പ്രത്യേകമായ നിസ്കാരം തന്നെ ഇല്ല എന്ന രൂപത്തിൽ തറാവീഹിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് വഹാബികൾക്കും മൗദൂദികൾക്കും അതുപോലെയുള്ള പുത്തൻ പ്രധാനക്കാർക്കും ഇന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, തറാവീഹ് നിസ്കാരത്തെക്കുറിച്ച് ഹദീസുകളും അതുപോലെ തന്നെ ചരിത്രങ്ങളും പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയുടെ പ്രസിദ്ധമായ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഉംദത്തുൽ ഖാരി. ഉംദത്തുൽ ഖാരിയിൽ പറയുന്ന ഒരു പരാമർശം, ബഹുമാനപ്പെട്ട സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു തൊട്ടുദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്, ഒരു അസർ. ആ അസറിൽ പറയുന്നു, കാനു സഹാബിമാരായിരുന്നു യഖൂമൂന, അവർ നിസ്കരിക്കുമായിരുന്നു, അലാ അഹദി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് 20 റക്അത്താണ് മഹാന്മാരാകുന്ന സഹാബിമാർ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് നിസ്കരിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ഉംദത്തുൽ ഖാരി തുടർന്നുകൊണ്ട് പറയുന്നു, വഅലാ അഹദി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തും അലി റളിയല്ലാഹുവിന്റെ ഭരണകാലത്തും ഈ രൂപത്തിലാണ് തറാവീഹ് നിസ്കാരം നടന്നിട്ടുള്ളത്. തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുക, ഈ കാര്യത്തിൽ ഒന്നാം ഖലീഫക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല, രണ്ടാം ഖലീഫക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല, മൂന്നാം ഖലീഫക്കും നാലാം ഖലീഫക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഉംദത്തുൽ ഖാരി തന്നെ വിശദീകരിക്കുന്നു, അക്കാലത്തുള്ള ധാരാളം സഹാബിമാർ, സഹാബി പ്രമുഖർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട പലരും അവരൊക്കെ ഈ കാര്യം അറിയുകയും അവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവരായിരുന്നു എന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യനാണ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് അബൂ യൂസുഫ് ചോദിക്കുകയാണ്, അനി തറാവീഹി വമാ ഫഅലഹു ഉമർ റളിയല്ലാഹു അൻഹു, തറാവീഹിനെ കുറിച്ചും തറാവീഹ് നിസ്കാരത്തിൽ ഉമർ റളിയല്ലാഹു നടപ്പിൽ വരുത്തിയതിനെ കുറിച്ചും ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവരുടെ മറുപടി എന്താ? അത്തറാവീഹ് സുന്നത്തുൻ മുഅക്കദ,
തറാവീഹ് സുന്നത്ത് മുഅക്കദത്താ. വലം യുഖ്രിജുഹു ഉമർ റളിയല്ലാഹു അൻഹു മിൻ തിൽഖാഇ നഫ്സിഹി, സ്വന്തമായി കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. വലം തകുൻ ഫീഹി മുബ്തദിഅ വലം യഅ്മുർ ബിഹി ഇല്ലാ അൻ അസ്ലിൻ ലദൈഹി. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, തറാവീഹിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വന്തം അഭിപ്രായ പ്രകാരം ഒന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാമല്ലോ ഒരു നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്, അതിന് ഒരു നിസ്കാരത്തിന്റെ റക്അത്തുകൾ എത്രയാണ്, ഇതൊരിക്കലും ഇജ്തിഹാദ് കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന കാര്യമല്ല. ഒരു നിസ്കാരത്തിന്റെ രൂപം എങ്ങനെ, ഏത് രൂപത്തിലെന്നുള്ളതും അതിന്റെ റക്അത്തുകൾ എത്ര എന്നുള്ളതും ഒരിക്കലും ഒരു ഇമാമിന് ഇജ്തിഹാദിലൂടെ മനസ്സിലാകുന്ന കാര്യമല്ല. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് 20 റക്അത്ത് നിസ്കാരത്തിന് അനുമതി നൽകുകയും അക്കാലത്ത് ധാരാളം സഹാബിമാരുടെ സമ്മതപ്രകാരം അറിവോടുകൂടി ആ രൂപത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മഹാന്മാരാകുന്ന സഹാബിമാരും അതുപോലെ തന്നെ മഹാന്മാരാകുന്ന ഖലീഫമാരും അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സംശയത്തിന് യാതൊരു പഴുതുമില്ലാത്ത രൂപത്തിൽ എങ്ങനെയാണ് തറാവീഹ്, എത്ര റക്അത്താണ് തറാവീഹ് എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ 10,000-കണക്കിന് സഹാബിമാരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുള്ളത്. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഏത് വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ രൂപത്തിൽ അനാചാരമാണെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇതിലൊക്കെ കൃത്യമായ പ്രമാണം, കൃത്യമായ അസ്ല്, കൃത്യമായ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വിഷയങ്ങളായിക്കൊണ്ട് വിശദീകരിക്കാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കണം, നമ്മുടെ കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾ ഏതൊക്കെയാണ് അനാചാരം, ഏതൊക്കെയാണ് സദാചാരം എന്ന് കൃത്യമായി കൊണ്ട് തീരുമാനിക്കുവാൻ നമ്മുടെ മുന്നിൽ മാനദണ്ഡമുണ്ട്. എന്താ മാനദണ്ഡം? മഹാന്മാരാകുന്ന ഇമാമുമാർ നമുക്ക് നൽകിയ വലിയൊരു സംഭാവന 4 മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ. 4 മദ്ഹബുകളാണല്ലോ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബുകൾ ഉള്ളത്. ഈ 4 മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഏതൊക്കെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, അതൊക്കെ സദാചാരമാണ്. ഏതൊക്കെ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞു, അതൊക്കെ അനാചാരമാണ്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള കൃത്യമായ, തെറ്റാത്ത, കൃത്യമായി കൊണ്ട് ആചാരങ്ങളിൽ നിന്ന് സദാചാരത്തെയും അനാചാരത്തെയും വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡം. പ്രിയപ്പെട്ടവരെ, മദ്ഹബിന്റെ ഇമാംമാർ അംഗീകരിക്കുക, മദ്ഹബിന്റെ കിതാബുകളെ സ്വീകരിക്കുക. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, മദ്ഹബുകൾ അംഗീകരിക്കുക, കിതാബുകൾ അംഗീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാകുന്നു. അതുകൊണ്ട് നമ്മുടെ ആചാരങ്ങളെ സദാചാരവും അനാചാരവും കൃത്യമായി കൊണ്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ മുന്നിലുള്ള മാനദണ്ഡം മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളാണ്, ഇമാംമാർ അനുകരിക്കലാണ്. ഈ ഇമാംമാർ അനുകരിച്ചുകൊണ്ട് സദാചാരം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ ഖാദിമീങ്ങളായിക്കൊണ്ട്, സമസ്തയുടെ പ്രവർത്തകരായിക്കൊണ്ട് ജീവിതാന്ത്യം വരെയും പ്രവർത്തിക്കാൻ പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.